ഗ്യാപ്പിന് ശേഷം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും മിസ് ചെയ്തോ? ഞാൻ നിങ്ങളെയൊക്കെ ഭയങ്കര മിസ് ചെയ്തു കേട്ടോ. അപ്പൊ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ വായിച്ച കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? കുറച്ച് ടയേർഡായിട്ടിരിക്കുക. ആകെ ഒരു ഓട്ടത്തിലായിരുന്നു. ഞങ്ങൾ ഇന്ന് RT-PCR ടെസ്റ്റ് എടുക്കാൻ പോയിരിക്കുകയായിരുന്നു. എന്തിനാ RT-PCR ടെസ്റ്റ് ഒന്ന് ആലോചിക്കണ്ടേ? അങ്ങനെ കാത്തിരുന്ന് ഞാൻ ഖത്തറിന് പോവാണ്. അപ്പോൾ ഞാൻ ഖത്തറിന് പോണതിൻ്റെ ആ ഒരു ഈ ഒരു സമയത്തുള്ള ആ ഒരു ജേർണി എങ്ങനെയാണ്, എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു എല്ലാം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോവാം ഖത്തറിന്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ഇന്ന് RT-PCR ടെസ്റ്റ് എടുക്കാൻ പോയെങ്കിലും 48 മണിക്കൂറിനുള്ളിൽ RT-PCR ടെസ്റ്റ് വാലിഡ് ആയിരിക്കുള്ളൂ. 48 മണിക്കൂറേ വാലിഡ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് എടുത്തു. അപ്പോൾ ഇനി നാളെയാണ് റിസൾട്ട് കിട്ടുള്ളൂ. അത് പോയി കളക്ട് ചെയ്യണം. എന്നിട്ട് നാളത്തെ ഫ്ലൈറ്റിന് ഓടണം. ആകെ ഒരു ഹറി ബറിയാണ്. പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യം പറയണ്ടല്ലോ. എന്നെ കണ്ടറിയില്ല എനിക്ക് ഡ്രസ്സ് കുറവാണെന്ന്. അതുകൊണ്ട് നമ്മുടെ ഖത്തർ US പോലെയല്ല, കാനഡയും പോലെയല്ല. കാനഡയ്ക്കും US-നും ഒക്കെ 30-60 കിലോസ് ഒക്കെ ഉണ്ട്. ഖത്തറിന് വെറും 30 കിലോ ഉള്ളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ പാക്ക് ചെയ്ത് കുത്തിത്തിരിക്കണം. ഞാൻ ഇതിടണോ അത് ഇതിടണോ? എയർപോർട്ടിക്കാണ്, മോഡലിംഗിനല്ല. എന്തെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യും. ഇതോ? ഓക്കെ, ഇതിടാം. കൊച്ചി എയർപോർട്ടിലാണ്. കൊച്ചി എയർപോർട്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഭയങ്കര കാമാണ്. ഇനി ഈ ഒരു ഫ്ലൈറ്റ് ഉള്ളൂ തോന്നുന്നു. അതുകൊണ്ട് ആരുമില്ല, കടകളൊക്കെ അടച്ചിട്ടിരിക്കുക. ആകെ മൊത്തത്തിൽ ഒരു രസമില്ല. ശരിക്കും വിഷമാണോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആരുമില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നി ഇതൊക്കെ കാണിക്കാമല്ലോ. എന്ത് കച്ചറയിടയിലും കാണിക്കാം. പിന്നെ വായി നോക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കിഷ്ടമായി. പിന്നെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? കടകൾ വേണമായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. അറിയോ? കടകളില്ല. അടിപൊളി എയർപോർട്ടാണ്. കൊച്ചി എയർപോർട്ടിന്റെ അത്രയും വലിയ കൊച്ചി എയർപോർട്ട് സോളാർ പവേർഡൊക്കെയാണ്. ഇവിടെ ഒരു മണ്ണാങ്കട്ടയില്ല. ഇതിന്റെ കളർ ചേഞ്ച് ആവും. ഇത് എവിടെ നോക്കിയാലും ഈ സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ പറ്റും. അതാണ് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രത്യേകത. കൊച്ചിയുടെ അത്രയും വരില്ല. ഖുറാന്റെ വേർഡ്സ് ഉണ്ട് ഇതില്. ഇതാണ് നമ്മൾ വന്ന കാറ്. ഇതാണ് നമ്മുടെ 5 സ്റ്റാർ തട്ടുകട. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഈ റൂം കോളാവണതിന് മുമ്പ് ഈ റൂം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ആയിട്ട് നമുക്കൊരു വലിയ വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ബാത്റൂമാണ്.
ബാത്റൂമിൽ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് വേറൊരു സാധനം കാണിച്ചു തരാൻ പോവാണ്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് അയച്ചു തന്നതാണ്. ഈ കടേനെ പറ്റി ഞങ്ങൾ ഇനി ഫ്യൂച്ചർ വ്ളോഗ്സിൽ ഈ കടയിൽ പോയിട്ട് നമുക്ക് വ്ളോഗൊക്കെ എടുക്കാം. അത്രമാത്രം ഉണ്ട് ഈ കടയിൽ നിന്നാണ് സിദ്ധു പറയുന്നത്. താങ്ക് യു. അടിപൊളി സാധനങ്ങളാണ്. ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. ബൈ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഖത്തറിൽ വന്നിട്ട് 10 days ക്വാറന്റൈൻ ഉണ്ട്. അപ്പൊ ഇതുവരെയുള്ള ട്രാവലില് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാല് എയർപോർട്ടിൽ കുറച്ചും കൂടി ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയിരുന്നെങ്കിൽ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ഫുഡും സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഫ്ലൈറ്റിലാണെങ്കിലും പിന്നെ ഉറങ്ങിയും സിനിമയൊക്കെ കണ്ട് അങ്ങനെ സമയം കളഞ്ഞു. ഇവിടെ ലാൻഡ് ചെയ്തപ്പോഴും ഇവിടെയും നമുക്ക് എയർപോർട്ടിൽ റെസ്റ്റോറൻറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പം നമ്മൾ നേരെ നമ്മുടെ ഓടി കാറിൽ കയറി ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ട് ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഈ 10 daysന്റെ ഇടയിൽ ഇപ്പം നമ്മുടെ 4th day അല്ലേ? നമ്മുടെ 4th day ആയി. പക്ഷെ ഈ 4 days ഞങ്ങൾ വ്ളോഗ് ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നല്ല ഇവിടെ നടക്കണം. എന്താ വെച്ചാൽ തിന്നാ ഉറങ്ങാ ഇത് തന്നെയാണ് 3 നേരം നടക്കുന്നത്. ഇവർ അടിപൊളി ഫുഡാണ് ഞങ്ങൾക്ക് തരുന്നത്. അത് വീഡിയോയിൽ കാണിക്കാന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കും. ഫുഡ് വരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും, വന്നിട്ടേ കഴിക്കും. ഫുഡ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി അതിന്റെ മുകളിൽ കവന്ന് കിടന്ന് വേഗം തീർക്കും. പിന്നെ തീർത്ത് വരുമ്പോഴേക്കും അയ്യോ നമ്മൾ വീഡിയോ എടുത്തില്ല, ഫോട്ടോ പോലും എടുത്തില്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങള്. അപ്പൊ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി എന്താന്ന് അറിയണ്ടേ? വേണ്ട. എന്താ അറിയണ്ടാത്ത? ഇന്ന് ആണ് ഈദ്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് കുറേ ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് കാണിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ വീട്ടിൽ നിന്ന് മട്ടൻ ബിരിയാണി കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഹോട്ടലിലെ ഫുഡ് ഉണ്ട്. അങ്ങനെ കുറേ ഫുഡ് നമുക്ക് ഇന്നുണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാം നമുക്ക്. നമ്മുടെ ഈദ് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട്, കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങളുടെ അമ്മ അയച്ചിരിക്കുന്ന മട്ടൻ ബിരിയാണി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെ കഴിക്കണ വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ. ഞങ്ങൾ ആക്രാന്തം പിടിച്ചായിരിക്കും കഴിക്കുന്നത്. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ അടിപൊളിയായിരിക്കും, എന്നാലും പറയാം. ഹോം മെയ്ഡ് മട്ടൻ ബിരിയാണി. അത് നമ്മുടെ മട്ടൻ ബിരിയാണി സ്വന്തപ്പോൾ തന്നെ നല്ല മണം. പിന്നെ അമ്മ പപ്പടം അയച്ചിട്ടുണ്ട്. പിന്നെ കേട് സലാഡ് അയച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹോട്ടലുകാരുടെ ചിക്കൻ ബിരിയാണി. ഈ ഇവിടുത്തെ കുക്ക് ഇന്ത്യൻ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഇന്ത്യൻ ഫുഡൊക്കെ അടിപൊളി മസാലയൊക്കെ ഇട്ട് സൂപ്പറാണ്. എനിക്ക് വായിൽ വെള്ളം വരുന്നു. അല്ലാതെ ഫുഡ് പാസ്ത അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊള്ളില്ല. ബാക്കിയെല്ലാം ഓക്കെ. ഇത് ഇവിടുത്തെ കുബൂസ്. പിന്നെ ഇത് ലാമ്പാണ് തോന്നുന്നല്ലേ. ലാമ്പും വൈറ്റ് റൈസ് ആണ് ഇവിടുത്തെ വൈറ്റ് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി ഇവിടുത്തെ വൈറ്റ് റൈസ്. ഇവിടുത്തെ ലാമ്പും അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഡെസേർട്ട് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സാലഡ്. ഇനിയല്ല ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് കാണാം. എങ്ങോട്ടാ? അങ്ങനെ 10 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് നമ്മള് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോണതിന്റെ സന്തോഷത്തിലാട്ടോ ഞാൻ. ബോധടിച്ചില്ലേ 10 ദിവസം? ബോധടിച്ചില്ല.
ചോദിച്ചാൽ ഇപ്പൊ നാട്ടിൽ എല്ലാവരും ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അയ്യോ ബോറടി ആണല്ലോ, ഇനി എന്നാ പുറത്തിറങ്ങാൻ പറ്റുക അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ബോറടി ആയിരിക്കും. അതിന് പകരം നമ്മൾ ഈ ടൈമ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ബുക്ക് വായിക്കുക, പിന്നെ ഫുഡൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുക, ഉറങ്ങുക. അങ്ങനെ നമ്മൾ നമ്മളുടെ ഹാപ്പിയാക്കാൻ ട്രൈ ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ടിപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഹോട്ടൽ റൂംസ് ഒക്കെ കാലിയാണ്. ലോബി അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായോ? പിന്നെ ഇവിടെ ഇനി എന്താ നിങ്ങൾക്ക് കാണണ്ടേ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഉണ്ടോ, കഴിക്കണമെന്ന് കഴിച്ചിട്ട് അഭിപ്രായം അറിയണമെന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ അതൊക്കെ വായിച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെ ചെയ്യാം. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.